ഇപ്പോൾ നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 2 ഘട്ടമായാണ് ബീഹാറിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് നവംബർ 6-നും നവംബർ 11-നും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് നവംബർ 6-ന് ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുക. നവംബർ 11-ന് 122 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ നവംബർ 14-നാണ്. നമുക്കറിയാം രാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്. എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളുടെ ഭൂമികയാണ് ബീഹാർ. രാജ്യമെങ്ങോട്ട് എന്നതിന്റെ സൂചികയും ബീഹാർ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അതിന്റെ തുടക്കം ബീഹാറിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ തീയതികളാണ് ആയിരിക്കുന്നത്. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം നമുക്കറിയാം ബീഹാറിൽ ഒരുപാട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. 5 ഘട്ടങ്ങളിലായൊക്കെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത്. കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് 3 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. ഇപ്പോൾ ഒരു നിർണായക തീരുമാനം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബീഹാർ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. നവംബർ 14-ന് വോട്ടെണ്ണൽ നടക്കും. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു 17 തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തുകയുണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പോസ്റ്റൽ വോട്ടുകൾ. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വോട്ടുകൾ പൂർണ്ണമായും എണ്ണുന്നതിന് മുൻപ് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണും എന്നതുൾപ്പെടെയുള്ള ചില നിർണായക തീരുമാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SIR അവിടെ നടക്കുമ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് സുതാര്യമല്ല ആ പ്രക്രിയ എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏതാണ്ട് 65 ലക്ഷത്തോളം മനുഷ്യരെ വോട്ടില്ലാതെ പുറത്തു നിർത്തുന്ന ആ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ SIR-നെതിരെ അത് രാജ്യവ്യാപക പ്രക്ഷോഭമായി തന്നെ അത് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നപരിഹാരങ്ങളിലൂടെ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. ആകെ ബീഹാറിൽ നോക്കിയാൽ 7,43 ലക്ഷം മനുഷ്യരാണ് ബീഹാറിൽ വോട്ടർമാരായി ഉള്ളത്. അതിൽ 3,92 ലക്ഷം പുരുഷ വോട്ടർമാരും 3,50 ലക്ഷം സ്ത്രീ വോട്ടർമാരുമാണ്. പുരുഷ വോട്ടർമാരാണ് അവിടെ കൂടുതൽ. ട്രാൻസ് വോട്ടർമാർ 1725 പേരുണ്ട്. പുതിയ വോട്ടർമാർ 14 ലക്ഷത്തി ആയിരം പേർ പുതിയ വോട്ടർമാരായി വരുന്നു. സർവീസ് വോട്ടർമാർ 1,63,000 പേരാണ്. ഭിന്നശേഷി വോട്ടർമാർ 7.2 ലക്ഷം പേർ. മുതിർന്ന വോട്ടർമാർ 4 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ. എന്തായാലും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വോട്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് 2 വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടാണ് തെളിവുകൾ സഹിതം എന്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടക്കുന്നത് എന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. വോട്ടധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ നടത്തിയ ഒരു റാലി നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ബഹുജന പിന്തുണ ആർജിക്കാൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചായി അത് ജനങ്ങളിൽ എന്താണ് ഈ സമ്പ്രദായങ്ങളിലൊക്കെ വന്നിട്ടുള്ള വീഴ്ചകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നതിനും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ആ വിധത്തിലൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ഏറ്റുമുട്ടലാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ പ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. संजय कुमार जी, बिहार के चुनाव 2 फेजेस में होंगे। पहले फेज
के गैजेट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को। लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज़ की 17 को होगी, दूसरे की 20 को। स्क्रूटनी 18 और 21। विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर। और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे। काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाएगी. അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ബീഹാറിലെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ എന്താണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി നിതീഷ് കുമാർ അവിടെ ഭരണത്തിലാണ്. അത് NDAയ്ക്കൊപ്പമായാലും മഹാഗഠബന്ധനൊപ്പമായാലും അങ്ങനെ മാറി മാറി രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ നിതീഷ് കുമാർ അവിടെ ഭരണത്തിൽ തുടരുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ കക്ഷിയായിട്ടും പക്ഷേ മഹാഗഠബന്ധന് അവിടെ അധികാരം പിടിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. BJP അധികാരത്തിലേക്ക് എത്തുന്നു. അവിടെ BJPക്ക് കൂടുതൽ സീറ്റുണ്ടായിട്ടും അവരെക്കാൾ ഏതാണ്ട് 28 സീറ്റോളം കുറവുള്ള പാർട്ടിയെ നയിക്കുന്ന നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയ അതികായന്റെ ഇനിയുള്ള ഭാവി എന്ത് എന്നത് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ നമുക്കറിയാം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബീഹാറിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJPയെ സംബന്ധിച്ച് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവർ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമോ എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ട്. എന്തായാലും അതിലേക്കുള്ള പ്രയാണമാണ് കഴിഞ്ഞ തവണ. പക്ഷേ ചില കോംപ്രമൈസുകളുടെ ഭാഗമായി അവർക്ക് നിതീഷിനെ അധികാരത്തിൽ നിലനിർത്തേണ്ടി വന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലനിർത്തേണ്ടി വന്നു. ഇത്തവണ ഒരുപക്ഷെ BJP സ്വന്തം നിലയിൽ മുഖ്യമന്ത്രിയെ അവിടെ സൃഷ്ടിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള തോന്നലുകൾ ജനിപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഭരണത്തിൽ നിതീഷിന്റെ പിന്തുണ അനിവാര്യമായ ഒരു ഘട്ടം, ജനതാദൾ യുണൈറ്റഡിന്റെ പിന്തുണ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾക്ക് BJP തയ്യാറാകില്ല എന്നതാണ് സാഹചര്യം. അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമായി നിൽക്കുന്നു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയാണ്. എന്താണ് ബീഹാറിലെ ഫലം എന്ന് നമ്മൾ കാത്തിരിക്കണം. വലിയ രാഷ്ട്രീയ അതികായനായ നിതീഷ് കുമാറിൻ്റെ നിതീഷ് ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിനെ മക്കൾ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിൽ പ്രചരണത്തിന് സമയം ചെലവഴിക്കുകയും വോട്ട് ചോരി രാജ്യവ്യാപകമായി ഉന്നയിക്കുന്ന വോട്ട് ചോരി എന്ന വിഷയം ബീഹാറിൽ അവർ ഒരു പരീക്ഷണശാലയാക്കി അവിടെ പരീക്ഷിക്കാനിറങ്ങുകയാണ്. രാഹുൽ 2 തവണ വാർത്താ സമ്മേളനം നടത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു മാറ്റുരയ്ക്കലായിരിക്കും ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ആർക്കൊപ്പമാണ്, എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള പോക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നിർണായക വിലയിരുത്തൽ തന്നെയായിരിക്കും ബീഹാറിൽ സംഭവിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമുള്ള മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് തുടങ്ങിയതൊക്കെ വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പാണ് എന്തായാലും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാകും.